ഈ പരിശുദ്ധ റമദാനിലാണല്ലോ ഫാത്തിമ ബീവിയുടെ വഫാത്ത് സംഭവിച്ചത്. ഫാത്തിമ ബീവി എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിന് ഉദാത്തമായൊരു മാതൃകയായിരുന്നു. ലോകത്ത് ഇത്രത്തോളം സുന്ദരമായി അവതരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു മഹതിയില്ല. ലോകത്ത് ഈ ഒരു ദാമ്പത്യ ജീവിതത്തെ പോലെ സുന്ദരമായൊരു ദാമ്പത്യമുണ്ടോ എന്ന് പോലും സംശയമാണ്. പകല് നിങ്ങൾ എന്നെ മയ്യത്ത് കൊണ്ടുപോകാൻ പാടില്ല, എൻ്റെ മയ്യത്ത് മറ്റൊരാളും കാണാൻ പാടില്ല. ഫാത്തിമ ബീവിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പെർഫ്യൂമിന് ഫാത്തിമത്ത് സഹറ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങുന്ന പെർഫ്യൂമിന് ഞാനിപ്പോൾ വെച്ചിരിക്കുകയാണ്. തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ സ്ഥിതികൾ ഒരിക്കലും വെളിപ്പെടുത്താതെ അവർ മറ്റുള്ളവരുടെ ഇടയിൽ നടക്കുമ്പോൾ ധനികരെ പോലെ നടക്കുന്ന സ്വഭാവം. ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. നീ പോയതിന് ശേഷം ഈ ഭൂമി ഒട്ടും സുന്ദരമല്ല ഫാത്തിമ. നീ ഇല്ലാതെ ഈ ദുനിയാവിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഫാത്തിമ. ഈ പരിശുദ്ധ റമദാനിലാണല്ലോ ഫാത്തിമ ബീവിയുടെ വഫാത്ത് സംഭവിച്ചത്. ഫാത്തിമ ബീവി എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിന് ഉദാത്തമായൊരു മാതൃകയായിരുന്നു. അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും തമ്മിലുള്ള ആ ഒരു ദാമ്പത്യ ജീവിതവും അവരുടെ ആ ഒരു ലവ് സ്റ്റോറി ശരിക്കും ഇന്നത്തെ നമ്മുടെ എന്താ പറയുക ഒരു തലമുറ മാതൃകയാക്കേണ്ട ആ ഒരു സ്നേഹബന്ധം. ആ ഒരു ഫാത്തിമ ബീവിയെ പറ്റിയിട്ടൊക്കെ സാധാരണ വരികളൊക്കെ ഇങ്ങനെ പറയുന്നത് കാണാൻ കഴിയും. നീ പോയതിന് ശേഷം ഈ ഭൂമി ഒട്ടും സുന്ദരമല്ല ഫാത്തിമ. നീ ഇല്ലാതെ ഈ ദുനിയാവിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഫാത്തിമ. അല്ലാഹുവിന് പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. ഏതായാലും ആ ഒരു ഫാത്തിമ ബീവിയുടെ വഫാത്ത് പരിശുദ്ധ റമദാനിലായിരുന്നു. അവരുടെ ആ ഒരു ജീവിതം, അവരുടെ ആ ഒരു ദാമ്പത്യം എല്ലാം നമുക്ക് ഒന്ന് ഹ്രസ്വമായിട്ട് അടുത്തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫാത്തിമ ബീവിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പെർഫ്യൂമിന് ഫാത്തിമത്ത് സഹറ, ആ ഒരു സഹറ എന്ന പേര്, ഫാത്തിമ ബീവിയുടെ പേര് ഞാൻ പെർഫ്യൂമിന് ഏറ്റവും പുതുതായിട്ട് ഇറങ്ങുന്ന പെർഫ്യൂമിന് ഞാനിപ്പോൾ വെച്ചിരിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് റമദാൻ 20 അത് ലോഞ്ച് ആവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ആ ഫാത്തിമ ബീവിയോടുള്ള ഇഷ്കുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിമ ബീവിയെ പറ്റിയിട്ട് കുറച്ചും കൂടി അടുത്തറിയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ വളരെ സന്തോഷമാവും തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉസ്താദ് നമുക്ക് ഫാത്തിമ ബീവിയുടെ ആ ഒരു ചരിത്രത്തിലേക്ക് കിടക്കാം. മാഷാ അല്ലാഹ്. ലോകത്ത് ഇത്രത്തോളം സുന്ദരമായി അവതരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു മഹതിയില്ല. അന്നൊരു വെള്ളിയാഴ്ച ജമാദുൽ ആഖിർ 20-ാം തീയതി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെയും അവസാന മകളായി ഖുബ്ബത്തുൽ വഹയിലാണ് മഹദി ജനിക്കുന്നത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സാണ്. അഥവാ കഅബ ഷരീഫിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരം. ജദ്ദയിലണിഞ്ഞ ജദ്ദ തുറമുഖത്ത് വന്നണഞ്ഞ കപ്പലിൻ്റെ പലക കഷ്ണങ്ങൾ ജദ്ദയിൽ നിന്നും മക്കയിലേക്ക് കൊണ്ടുവരുന്ന തിരക്കിലാണ് ഖുറൈശികൾ. ആ മഹൽ ജന്മത്തിനിടയിൽ കഅബയുടെ കല്ലുകളെക്കുറിച്ചാണ് ചർച്ച. ആ മഹൽ ജന്മത്തിനിടയിൽ കഅബയുടെ ചുമരുകൾ പൂർത്തിയാക്കാൻ ഹലാലായ സമ്പത്ത് ലഭിക്കാതെ കഷ്ടപ്പെടുന്ന ഖുറൈശികളുടെ ചർച്ചകളാണ്. ആ കഅബ പൂർത്തീകരിക്കാൻ സമ്പൂർണമായും ശുദ്ധമായ സമ്പത്തുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഖുറൈശി പ്രമുഖരിൽ ഈ കുഞ്ഞിൻ്റെ ഉപ്പാപ്പമാരും ഈ കുഞ്ഞിൻ്റെ ബന്ധുമിത്രാദികളുമൊക്കെ വ്യാപൃതരാണ്. അങ്ങനെ ബനു നജ്ജാറിൽ നിന്നും ലഭിച്ച സമ്പത്തുകളും അതുപോലെ തന്നെ ജദ്ദയിൽ മെഡിറ്ററേനിയൻ കടലിലൂടെ ചെങ്കടലിലേക്ക് വന്നണഞ്ഞ ആ കപ്പലിൻ്റെ ശേഷിപ്പുകളുമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കഅബയുടെ പണി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കെയാണ് ഹജറുൽ അസ്വദ് അവരോധിക്കുവാനുള്ള സമയമാകുന്നത്. അന്നവിടെ പുണ്യജന്മം തറന്ന സന്തോഷത്തിലായിരുന്നു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നടക്കുന്ന കശപിശകളൊന്നും അറിയാതെ അവിടെ ആര് ഹജറുൽ അസ്വദ് വെക്കണമെന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും ഒന്നും അതിനെക്കുറിച്ച് ഒരു മുൻധാരണയുമില്ലാതെ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി കുഞ്ഞിമകൾ ജനിച്ച സന്തോഷത്തോടെ വാതിൽ കടന്നുകൊണ്ട് കഅബ ഷരീഫിൻ്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോൾ ആ ജന്മത്തിൻ്റെ സന്തോഷത്തോടൊപ്പം അവിടെ നിന്ന് മുഖം സന്തുഷ്ടമാകുന്ന രീതിയിലുള്ള അവസ്ഥയാണ്. യാലൽ അമീൻ, അതേ സത്യസന്ധതയുടെ പര്യായമേ, നിങ്ങളെത്തിയത് സന്തോഷമാണ്.
ഞങ്ങൾക്കിടയിൽ വലിയ തർക്കമുണ്ട്. ഏത് ഗോത്രക്കാർ ഈ ഹജറുൽ അസ്വദ് വെക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു സംഘട്ടനത്തിൻ്റെ വക്കോളമെത്തിയ രംഗമാണ്. അപ്പോഴാണ് കുഞ്ഞുമോളുടെ ജന്മത്തിൽ സന്തോഷിച്ചെത്തിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഇരട്ടി മധുരമെന്നോണം തങ്ങളുടെ സമൂഹം മുഴുവനും ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിൽ വലിയ ഒരു മുണ്ട് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും അതിലേക്ക് ഹജറുൽ അസ്വദ് എടുത്തു വെക്കുകയും അതങ്ങ് കഅബ ഷരീഫിൻ്റെ ഭിത്തിയോട് ചാരി വെക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സന്തോഷം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അവസാന കുട്ടിയുടെ ജന്മത്തോടനുബന്ധിച്ചുള്ള സന്തോഷങ്ങളാണ്. അവിടെ മധുരം വിതരണം ചെയ്യുന്നു. അവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളും ഖുവൈലിദിൻ്റെ മറ്റു മക്കളുമൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അക്കൂട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന സന്തുഷ്ടനായ ആ പിതാവ് ആ കുഞ്ഞിനെ ആദ്യമായി വിളിച്ചത് ഉമ്മു അബീഹ. ഒരു അപരിചിതമായ കുഞ്ഞിയത്താണ്, അഥവാ സാധാരണ ഓമന പേര് വെക്കും. ഇത് അറബികൾക്കിടയിൽ അബൂ കൂട്ടിക്കൊണ്ട് സ്വന്തം മക്കളിലേക്ക് വിളിക്കൽ സ്വാഭാവികമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു മക്കൾക്കും നൽകാത്ത, അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്കാർക്കും ഒരു പതിവിന് വിരുദ്ധമായ രീതിയിൽ ഉമ്മു അബീഹ, അതെ തൻ്റെ പിതാവിൻ്റെ ഉമ്മ എന്നാണ്, സ്വന്തം പിതാവിൻ്റെ ഉമ്മ എന്നർത്ഥം വരുന്ന കുഞ്ഞിയത്ത് അഥവാ ഓമന പേര് വെക്കുന്നു സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക്. ഇതിനെക്കുറിച്ച് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. അഥവാ ഒരു പിതാവിനെ ഭാവി കാലത്ത് സ്വന്തം മാതാവിനെ പോലെ സംരക്ഷിക്കുന്ന മകളായി മാറുമെന്നതിലേക്കുള്ള സൂചനയാണ്. അതേ, ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സുജൂദിലാണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്നെറിഞ്ഞപ്പോൾ ആരും എടുക്കാൻ ധൈര്യം വരാതെ നിന്നപ്പോഴാണ് ഈ കുഞ്ഞുമോള് അന്ന് ചെന്നുകൊണ്ട് അത് മുഴുവനും നീക്കിക്കളയുകയും കഴുകി ശുദ്ധിയാക്കുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സുജൂദിൻ്റെ ഭാരം സഹിക്കവയ്യാതെ സുജൂദിൽ ആണ്ട് നിന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തല ഉയർക്കാനും സാധിച്ചത്. മാത്രമല്ല ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വിരഹവേദനയോടനുബന്ധിച്ചുണ്ടായ ദുഃഖരംഗങ്ങളിൽ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു ഉമ്മയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് പിതാവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഉമ്മയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് പിതാവിൻ്റെ വസ്ത്രം അലക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പിതാവിനെ കെയർ ചെയ്യുന്നുണ്ട്. ഇതിലേക്കൊക്കെയുള്ള സൂചനയെന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാത്രയിൽ മുത്തം കൊടുത്തുകൊണ്ടതാ വിളിക്കുകയാണ് ഉമ്മു അബീഹ. അതെ, സ്വന്തം പിതാവിൻ്റെ മാതാവെന്ന രീതിയിൽ കുഞ്ഞിയത്ത് നൽകി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഉമ്മുൽ മുഹ്സിൻ എന്ന ഓമന പേരുണ്ടായിരുന്നു. ഉമ്മുൽ അഇമ്മ എന്ന മറ്റൊരു ഓമന പേരും അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല സ്ഥാനപ്പേരുകൾ, ഇത്രത്തോളം സ്ഥാനപ്പേരുള്ള മറ്റൊരു വനിതയുണ്ടോ? സംശയമാണ്. അതെ, ആദ്യ മുഅ്മിനത്തായ സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രയുടെ മകളാണ്. ഷിയാക്കളുടെ അഭിപ്രായ പ്രകാരം നുബുവത്തിലെ താഹിറായ ജന്മമാണെന്നാണ് അവർ വാദിക്കുന്നത്. ഇസ്രാ മിഅ്റാജിന് ശേഷമാണെന്നൊക്കെ അവരുടെ വാദങ്ങളിൽ വരുന്നു. പക്ഷേ സുന്നത്ത് ജമാഅത്തിൻ്റെ കാഴ്ചപ്പാടിലും സീറയിലും നേരെ ഇത്രത്തോളം സ്ഥാനപ്പേരുള്ള മഹദിയില്ല. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നതിൻ്റെ 5 വർഷം മുമ്പ്, അപ്പോഴേക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏകാന്തവാസത്തിലേക്കും സത്യസന്ധതയുടെ പ്രകടന രീതിയിലേക്കുമൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ്. പലപ്പോഴും ഹിറാഇൻ്റെ താഴ്വരകളിലും ഒറ്റപ്പെട്ട പർവ്വത നിരകളിലുമൊക്കെ ചെന്നിരുന്നു കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ ഒരു വലിയ ദൗത്യത്തിലേക്ക് ഒരുങ്ങി പുറപ്പെടാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 35-ാം വയസ്സിൻ്റെ തുടക്കം മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു രീതിയിലുള്ള തഅദീബാണ്, ആ രീതിയിലുള്ള ഒരു അദബ് പഠിപ്പിക്കലാണ്, തെർബിയത്താണ് അള്ളാഹു നൽകിയത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുമോളെ പലപ്പോഴും ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ടുപോകും മലയുടെ മുകളിലേക്ക്. പലപ്പോഴും ഈ കുഞ്ഞുമോളെ കയ്യിൽ വെച്ചുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ടാകെ ഏകാന്തവാസത്തിലേക്ക് പോകുന്ന വേളയിൽ വിട പറഞ്ഞുകൊണ്ട് കണ്ണുകളിൽ ചുംബനം കൊടുക്കാറുണ്ടായിരുന്നു. ഇത്രത്തോളം ഹബീബിൻ്റെ ലാളനയേറ്റ മറ്റൊരു മകളില്ല. ഇത്രത്തോളം ഹബീബിൻ്റെ ആ സൗരഭ്യവും ഹബീബിൻ്റെ സ്നേഹവും ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം സിദ്ധിച്ച മറ്റൊരു
ഒരു കുട്ടി ഈ ലോകത്ത് ഭൂജാതനായിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഫാത്തിമ എന്ന പദത്തിൽ പോലും ആ സ്നേഹത്തിൻ്റെ, ആ പേരിൽ പോലും ആ സ്നേഹത്തിൻ്റെ ഒരുപാട് മുട്ടുകൾ ഒളിഞ്ഞിരിക്കുകയാണ്. കാരണം ഫാത്തിമ എന്ന പദത്തിൻ്റെ അർത്ഥം പോലും മൊട്ടി എന്നാണ്. അഥവാ ഉദയം ചെയ്യാൻ പോകുന്ന പൂവിൻ്റെ ആ മുട്ടിലേക്ക് സൂചന നൽകിക്കൊണ്ട് ഫാത്തിമത്തു സഹറ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനപ്പേരാണ്. ഒന്ന് ബത്തൂൽ. അതെ, ബത്തൂൽ എന്ന പേര് അത് തീർച്ചയായും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്നേഹത്തോടെ പലപ്പോഴും യാ ഫാത്തിമത്തൽ ബത്തൂൽ, യാ ഫാത്തിമത്ത സഹ്റാ ബത്തൂൽ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരു അധരങ്ങളാൽ തന്നെ വിളിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. നഖിയ എന്ന് മറ്റൊരു സ്ഥാനപ്പേരാണ്, തഖിയ എന്ന് മറ്റൊരു സ്ഥാനപ്പേരാണ്. മാത്രമല്ല അസ്സുദ്ദീഖ അഥവാ സന്ധത പുലർത്തുന്നവൾ എന്ന അർത്ഥത്തിലുള്ള സ്ഥാനപ്പേര് അവർക്കുണ്ട്. സഹ്റ എന്ന പേരുണ്ട്. ഇങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപ്പടി ഒപ്പിയെടുത്ത ഒരു മകളായതുകൊണ്ട് തന്നെ ഹബീബിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഫോട്ടോ കോപ്പി പോലെ വിശേഷിപ്പിക്കാം. എത്രത്തോളം നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സന്ദർഭത്തിൽ ഫദക്കിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ വേണ്ടി സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കലേക്ക് പോകുന്നൊരു പോക്കുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ വിഷയത്തെക്കുറിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, കഅന്ന മിഷിയത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് നടക്കുന്ന ആ പാദങ്ങളിലെ ചലനങ്ങൾ പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചലനങ്ങളെ പോലെയാണ്. ഹബീബിൻ്റെ ചലനങ്ങൾക്ക് ഒരു കയറ്റിയിറക്കം പോലുള്ള ഒരു നടത്തമുണ്ടായിരുന്നു എന്ന് നമ്മൾ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കഅന്ന മിഷിയത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല മാ റഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, സംതൻ രൂപത്തിൽ, വഹദിയൻ അതുപോലെ പ്രവാചകരോടുള്ള കാൽപ്പാട് പിന്തുടരുന്നതിലും ആ മാതൃക പിൻപറ്റുന്നതിലും ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രൂപത്തിലും അതുപോലെ തന്നെ ചര്യ പിൻപറ്റുന്നതിലും അതുപോലെ ഹബീബിൻ്റെ പെരുമാറ്റ രീതികളിലും നടത്തത്തിൽ പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പോലെ സാദൃശ്യമുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാന്മാരായ സഹാബിമാർ രേഖപ്പെടുത്തുന്നു. അതുപോലെ നിരവധി ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള നിരവധി ആളുകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മദ്ഹ് പറയാറുണ്ട്. കൈഫല, എങ്ങനെ അത് സംഭവിക്കാതിരിക്കും? ആ മകള് ഹബീബിൻ്റെ അടുക്കലേക്ക് വന്നാൽ ഇരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കും. ചെറിയ കുഞ്ഞാണ് വരുന്നത്, ചെറിയ കുട്ടിയാണ് വരുന്നത്. പക്ഷേ ആ സ്നേഹനിധിയായ പിതാവ് എണീറ്റ് നിൽക്കും. എണീറ്റ് നിന്നിട്ട് മകളെ ചെന്നിട്ട് മകളുടെ തല ചുംബിക്കും. വഖബ്ബലഹ, ഖാമ ഇലൈഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖബ്ബലഹ വഅജ്ലസഹ. വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഹദീസുകളിൽ കാണാം. അവിടെ എണീറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിച്ചിരുത്തി തലയിൽ മുത്തം കൊടുത്തുകൊണ്ട് തൊട്ടടുത്തിരിപ്പിക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല മാ റഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, കാന അഷ്ബഹ കലാമൻ, സംസാരത്തിൽ നേരത്തെ നടത്തത്തെക്കുറിച്ച് നാം പറഞ്ഞു, അതുപോലെ അവിടുത്തെ രൂപത്തെക്കുറിച്ച് നാം പറഞ്ഞു. എന്നാൽ സംസാരത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ചിരിക്കുന്ന, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ സംസാര ശൈലി പിൻപറ്റിയ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അഷ്ബഹ കലാമൻ വഹദീസൻ ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെക്കാളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം ഉൾക്കൊണ്ട അതേ രൂപത്തിൽ സംസാരിക്കുന്ന, അതേ രൂപത്തിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ അതേ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, വ്യക്തതയോടെ സംസാരിക്കുന്ന മറ്റൊരാളെ എനിക്ക് കാണാൻ സാധിച്ചില്ല എന്ന് മഹാരഥന്മാരായ സഹാബത്തിൽ പലരും ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാബി തുടങ്ങുന്നത് തന്നെ ആ മധുര മനോഹരമായ സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങളിൽ നിന്നാണ്. അതേ, ലോകത്ത് ഈ ഒരു ദാമ്പത്യ ജീവിതത്തെ പോലെ സുന്ദരമായൊരു ദാമ്പത്യമുണ്ടോ എന്ന്
പോലും സംശയമാണ്. കാരണം ഈ ഒരു ദാമ്പത്യത്തെക്കുറിച്ച്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയുടെ മകനാണ്, അബൂ ത്വാലിബിന്റെ മകനാണ് ആര്? മഹാനായ അലി റളിയല്ലാഹു അൻഹു. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാ വളർന്നത്? ചെറുപ്പത്തിൽ അബൂ താലിബിന്റെ കൂടെയാണ്. ഫാത്തിമ ബിൻതു അസദാണ് അവരെ വളർത്തുന്നത്. ആ ഫാത്തിമയെ ഓർത്തുകൊണ്ടാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാമ, വലിയുമ്മ അഥവാ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ, അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യയുടെ പേര് ഫാത്തിമത്തുൽ അംറ എന്നാണ്. ഫാത്തിമ ബിൻതുൽ അംറ എന്നാണ് അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യയുടെ പേര്. അഥവാ ആമിന ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ അമ്മായി ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്. എന്നാൽ അതിലേറെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സന്ദർഭത്തിൽ അവിടെ 5 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. ആ 5 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആര്? ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ. ആ സ്വന്തം ഉമ്മയുടെ ഓർമ്മക്കാണ്, അഥവാ എന്നെ കയ്യിലിട്ട് വളർത്തിയ ഉമ്മയാണ്. എന്നെ എല്ലാ നിലക്കും ചുംബനം നൽകി എനിക്ക് ഒരു സന്തോഷത്തിലും സഹതാപത്തിലും സന്താപത്തിലുമൊക്കെ ഞാൻ കരയുമ്പോൾ എൻ്റെ കൂടെ കരഞ്ഞ, ഞാൻ സന്തോഷിക്കുമ്പോൾ എന്നെ വാരി കോരി എടുത്തുകൊണ്ട് കൂടുതൽ സന്തോഷിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ വളർത്തിയ ഉമ്മു ഐമനും ബറക്കയുമൊക്കെ എന്ത് സഹായങ്ങൾ എനിക്ക് ചെയ്യുമ്പോഴും അതിനൊക്കെ കട്ട സപ്പോർട്ടോടുകൂടി നിന്ന മഹൽ വ്യക്തിത്വമാണല്ലോ, മഹദിയാണല്ലോ ഫാത്തിമ ബിൻതു അസദ്. അതേ ഉമ്മയുടെ പേരാണ് ഈ കുഞ്ഞു മകൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്. അപ്പൊ അവരിലൂടെ ഉണ്ടായ മകനാണ് ആര്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂ താലിബിന്റെ മകനാണ്. അതുകൊണ്ട് തന്നെ ആ അബൂ താലിബിനെ കൊണ്ട് ഈ മകളെ കെട്ടിക്കണമെന്ന ആഗ്രഹം പിതാവിന് നേരത്തെ തന്നെയുണ്ട്. മാത്രമല്ല ഫാത്തിമ റളിയല്ലാഹു അൻഹക്കും സംഭവത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. പക്ഷേ മദീന ഹിജറ പോകുന്ന വേളയിൽ അത്തരം ചർച്ചകൾ ഉണ്ടായെങ്കിലും അതിൻ്റെ തെൻഫീദിലേക്ക്, മോള് കൊച്ചുമോളാണ്, അവൾക്ക് ഒട്ടും പൊട്ടും തിരിയില്ല, കുറച്ചുകൂടി വളരട്ടെ, കുറച്ചുകൂടി പക്വത വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അലി ഇബ്നു അബീ താലിബ് വളരെ വലിയ പാവമായിരുന്നു, ജീവിക്കാൻ ഏറെ കഷ്ടപ്പെട്ട. അബൂ താലിബ് അടക്കം ഫക്കീറായിരുന്നു. അഥവാണല്ലോ ഇന്നലെ നാം ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് ഖദീജ ബീവിയുടെ പിതാവ് ഖുവൈലിദ് കല്യാണത്തെ നിഷേധിക്കാൻ കാരണം അബൂ താലിബ് എന്ന ആ ഒരു ഫക്കീറായ മനുഷ്യന്റെ യതീമായ മകന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന കാരണം. നിത്യജീവിതത്തിൽ വകയില്ലാത്ത ഒരു പ്രശ്നം അബൂ താലിബിനുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിൽ ജീവിക്കുന്ന രംഗങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൊഴിലെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന രംഗങ്ങളിലൊക്കെ പിതാവായ ഈ അബൂ താലിബിനെ, പിതൃവ്യനായ അബൂ താലിബിനെ സഹായിക്കാറുണ്ടായിരുന്നു എന്ന് പോലും ഹദീസുകളിൽ കാണാം. അപ്പോഴൊക്കെ റസൂലുള്ളാഹിക്ക് ഒരു ജാള്യത തോന്നാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ആ ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിൽ ജീവിച്ച സയ്യിദുന അബൂ താലിബ്, ആ അബൂ താലിബിൻ്റെ മകൻ എന്ന നിലക്ക് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനും സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മഹർ കണ്ടെത്തുന്ന വിഷയത്തിലും മറ്റൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായതുകൊണ്ട് തന്നെ നേരിട്ട് വന്നുകൊണ്ട് ഈ വിവാഹാലോചന നടക്കുന്ന വിഷയത്തിലും നടത്തുന്ന വിഷയത്തിലുമൊക്കെ അവിടെ അല്ലറ ചില്ലറ ചില പ്രയാസങ്ങളും പറയാനുള്ള പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഹിജ്റക്ക് പോയി. ഹിജ്റ ചെന്നു. മദീനയിലെത്തിയപ്പോഴും വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ട്. പലരും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുറിച്ചുള്ള വിവാഹവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രമുഖരായ പല സഹാബത്തിൽ നിന്നും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ധനാഢ്യരായ പല സഹാബിമാരും ധനികരായ പല സഹാബിമാരും വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒളിച്ചു വെച്ച പോലെ, അതാണ് സാബി നേരത്തെ സൂചിപ്പിച്ച ആ സ്നേഹത്തിൻ്റെ മകിടോദാഹരണം, എന്തോ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച പോലെ ഒരിക്കലും ആ രഹസ്യം വെളിപ്പെടുത്താതെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന ആ കൊച്ചു മകള് തന്നെ പിതാവിനോട് വളരെ വളരെ ലജ്ജയോടെ വ്യംഗ്യമായ സൂചനകൾ അവിടെ നിന്ന് നൽകി. ഈ വിഷയം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മൗലയായ, അവിടെ ഒരു വേലക്കാരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി അലി ഇബ്നു അബീ താലിബിനോട് പറഞ്ഞു, യാ അലി
ലിമാദാ ലാ തദ്ഹബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖ്തുബ ഫാത്തിമ, എന്തുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഈ വിവാഹാലോചനയുടെ സംഭവങ്ങളും ആ സന്ദർഭങ്ങളും ഒക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പങ്കുവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? നിനക്കറിയുമോ, ഫാത്തിമ പോലും അക്കാര്യം വ്യംഗ്യമായി സൂചിപ്പിക്കാനുള്ള ധൈര്യം അവിടെ നിന്ന് സംഭരിച്ചെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല? അങ്ങനെ എല്ലാം കൽപ്പിച്ച് അവർ പറഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് എന്ന ദൃഢഗാത്രനായ കുറിയ ആ യുവാവ് ചെല്ലുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലേക്ക്. പ്രവാചകരുടെ അടുക്ക ചെന്നപ്പോൾ മർഹബൻ മർഹബൻ, പക്ഷേ പറയാൻ നാക്ക് വരുന്നില്ല. വിവാഹത്തെക്കുറിച്ച് പറയാൻ ആ പിതാവിനോട് അത് ചോദിക്കാൻ. കാരണം അങ്ങനെ പറഞ്ഞ മഹർ കൊടുക്കാനുണ്ട്, പല പല കാര്യങ്ങളിലേക്കും കിടക്കാനുണ്ട്. അതിൻ്റെ പ്രയാസങ്ങൾ ഉള്ളിൽ അനുഭവിക്കുകയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. പലപ്പോഴും ആട്ടിന് പുല്ലരിഞ്ഞുകൊണ്ടും ഒട്ടകങ്ങൾക്ക് തിന്നാനുള്ള ബൽസിയും പുല്ലുകൾ അരിഞ്ഞുകൊണ്ടുമാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഉപജീവനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഏറെ ലജ്ജയോടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു എളിയ ചിരി ാക്കിക്കൊണ്ട് ഇങ്ങനെ നിന്ന സന്ദർഭത്തിലാണ് ഹബീബ് ചോദിക്കുന്നത്, യാ അലി, നീ വന്നത് ഫാത്തിമയെ വിവാഹം ആലോചിക്കാൻ വേണ്ടിയാണോ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പിതാവ് തന്നെ മരുമകനോട് ചോദിക്കുന്നു. ആ സന്ദർഭത്തിൽ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിന് സമ്മതക്കേടില്ലെങ്കിൽ ഞാൻ അതിന് തന്നെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്താണ് നിന്റെ അടുക്കലുണ്ടത്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് മിണ്ടാൻ കഴിയുന്നില്ല. തങ്ങളുടെ ആ പ്രയാസം, കാരണം ഒരു അഫാഫാണല്ലോ, യഹ്സബുഹുമുന്നാസു അഗ്നിയാ മിന തഅഫു, സാബി ഹാഫിളാണല്ലോ അല്ലേ? പലപ്പോഴും ആളുകളെ കുറിച്ച്, അഥവാ ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിൽ ജീവിക്കുമ്പോഴും ലാ യസ്അലുന്നാസ ഇൽഹാഫ, ജനങ്ങളോട് കൈകാട്ടിക്കൊണ്ട് ചോദിക്കുകയോ ജനങ്ങളോട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ സ്ഥിതികൾ ഒരിക്കലും വെളിപ്പെടുത്താതെ അവർ മറ്റുള്ളവരുടെ ഇടയിൽ നടക്കുമ്പോൾ ധനികരെ പോലെ നടക്കുന്ന സ്വഭാവം, അത് പരിശുദ്ധ ഖുർആൻ പുകഴ്ത്തിയ സ്വഭാവമാണ്. ആ സ്വഭാവത്തിൻ്റെ ഉടമയായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, യാ അലി, നിന്റെ അടുക്കൽ ഒരു പടയങ്കി ഉണ്ടല്ലോ, ആ പടയങ്കി നിനക്ക് വിൽക്കാം. അത് വിറ്റുകൊണ്ട്, ഇതിലൊക്കെ ഒരു പാഠമുണ്ട്, വേണമെങ്കിൽ ആ ഉപ്പാക്ക് മഹർ കൊടുക്കാനുള്ള സമ്പത്ത് കൊടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ സഹായിക്കാതെ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ആ പടയങ്കി നിനക്ക് വിൽക്കാം. അത് 490 ദിർഹം വരെ നിനക്കത് വിറ്റാൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു. ആ പടയങ്കിയുമായി സയ്യിദുന അലി റളിയല്ലാഹു അൻഹു മദീനയിലെ മാർക്കറ്റിലേക്ക് പോവുകയും അങ്ങനെ മദീനയിലെ അവാലി ചന്തകളിലൂടെ നടന്നുകൊണ്ട് അത് വിൽക്കുകയും ചെയ്യുന്നു. 490 ദിർഹം കിട്ടിയ ശേഷം അലി റളിയല്ലാഹു അൻഹു മഹറുമായി വരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ ആ മകൾക്ക് സമ്മാനം കൊടുക്കുകയാണ്. സ്ത്രീധനം എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു സമ്മാനമായി സ്വന്തം മകൾക്ക് കൊടുക്കുകയാണ്. ഒരു ചെറിയ കട്ടിൽ കൊടുത്തു, മാത്രമല്ല ഒരു പുതപ്പ് കൊടുക്കുന്നു, മാത്രമല്ല അവിടെ നിന്ന് തന്നെ നാരുകളെ കൊണ്ട് നെയ്തുണ്ടാക്കിയ തലയിണ കൊടുക്കുന്നു, മാത്രമല്ല ഒരു തോലിൻ്റെ പാത്രത്തിൽ വെള്ളമെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവ് തന്നെ മരുമകന്റെ സാമ്പത്തിക അവസ്ഥകൾ കണ്ടറിഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനമായി നൽകുന്നു. അങ്ങനെ ഈ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് രണ്ടുപേരും പോകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലിം യാ അലി, അലി നീ വലീമത്ത് കൊടുക്കണം. അത് വളരെ പ്രമുഖമായ സുന്നത്താണ്. ഇവിടെ സ്വന്തം കർമ്മത്തിന് പോലും വിഷമിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് വലീമത്ത് കൊടുക്കാൻ പറയാണ്. അപ്പൊ സ്വാഭാവികമായും അലി റളിയല്ലാഹു അൻഹു നേരത്തെ കൊടുത്ത മഹറിൽ നിന്ന് മിച്ചം വന്ന ആ പണം ഉപയോഗിച്ചുകൊണ്ട് സുന്നത്തിൻ്റെ ഭാഗമായി സവീഖുകളും അതുപോലെ ഏതാനും ചില ഭക്ഷണ പദാർത്ഥങ്ങളുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവിടെ മധുരം രീതിയിൽ അവിടെ വലീമത്ത് കൊടുക്കുന്നു. സഹാബികളിൽ പലരും ആ വലീമത്ത് സദ്യയിൽ ഒരുമിച്ച് കൂടുകയാണ്. അലായ ഹംസു ലിശുറുബിന്നിവാഇ വഹുന്ന മുഅഖ്ഖലാത്തും ബിൽ ഫരാഇ എന്ന് ഒരിക്കൽ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനോട് കള്ള് കുടിച്ചിരിക്കുന്ന സന്ദർഭം, അന്ന് കള്ള് അനുവദനീയമായ സന്ദർഭമാണ്, ഹലാലായ സന്ദർഭമാണ്. അങ്ങനെ ഒരു സന്ദർഭം അവിടെയുണ്ട്. ആ സന്ദർഭത്തിലേക്ക് സൂചനകൾ ഇവിടെ നിന്ന്
ചില കാര്യങ്ങൾ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഇപ്പം കിടക്കുന്നുണ്ട്. ഏതായാലും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ വലീമത്ത് കൊടുക്കുന്നു. വലീമത്ത് കൊടുത്ത ശേഷം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്നല്ലാഹ അമറനി, ഇന്നല്ലാഹ അമറനി, നിശ്ചയം അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഹബീബ് പറയാണ്, അൻ ഉസവ്വിജ ഫാത്തിമത അല അലിയിൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു എന്ന, നേരത്തെ സാബി ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ സാബി ഹാഫിളായത് കൊണ്ട് തന്നെ കൃത്യതയോടെ അത് മനസ്സിലാക്കിയിരിക്കും. അഥവാ ശാലീനതയുടെ പര്യായമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി എന്ന ദൃഢഗാത്രനായ തഖ്വയുടെ ഇൽമിന്റെ കവാടമായ വിജ്ഞാന ലോകത്തിന്റെ ഗേറ്റായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബിന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന അതേ അഭിപ്രായം, ആ കാര്യം എന്നെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സാദിഖുൽ മസ്ദൂഖ് പറയുന്നു. അങ്ങനെ പ്രവാചകന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ആ കല്യാണം വിശാലമായി നടന്നു. അങ്ങനെ ആ സ്നേഹ ജീവിതം തുടങ്ങുകയാണ്. എത്രയോ ദിവസങ്ങൾ ഹബീബിന്റെ തൊട്ടടുത്ത്, കുറച്ച് ദൂരെയായിരുന്നു ആദ്യം വീടുണ്ടായിരുന്നത്. പിന്നീട് മഹാന്മാരായ സഹാബിമാരിൽ പലരോടും സ്ഥലം വാങ്ങിക്കൊണ്ട് സ്വന്തം വീടിന്റെ തൊട്ടടുത്ത് എപ്പോഴും മകളെ കാണാൻ, എപ്പോഴും മരുമകനെ കാണാൻ, എപ്പോഴും സിബ്തൈനിയായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ കാണാൻ വേണ്ടി അവിടേക്ക് ചെല്ലുകയാണ്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആക്ഷേപിച്ചു, പിൽക്കാലത്ത് യുദ്ധങ്ങളൊക്കെ നടന്ന സന്ദർഭത്തിൽ. ആ സന്ദർഭത്തിൽ ഈ വിവാഹത്തെക്കുറിച്ച്, അതിലൂടെ ഉണ്ടായ മക്കളെക്കുറിച്ച് അഭിമാനം പറഞ്ഞുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിക്കുന്നതായി നമുക്ക് കാണാം. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അബൂ സുഫിയാന്റെ മോനാ. ഏത് അബൂ സുഫിയാൻ എന്ന് നിങ്ങൾക്കറിയുമോ? മക്കയിൽ ജാഹിലിയ കാലത്ത് നേതാവായ അമീറായ അവിടുത്തെ എല്ലാമായ അബൂ സുഫിയാന്റെ മോനാണ്. മാത്രമല്ല ആ അബൂ സുഫിയാൻ മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിനുൻ, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ കടന്നാൽ അത് റമളാൻ മാസത്തിൽ സംഭവിച്ച ഫത്ഹു മക്കയിലാണ്. ആ മക്ക വിജയത്തിന്റെ വേളയിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ അബൂ സുഫിയാന്റെ മോനാണ് ഞാൻ. ഇതിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ അതെ, അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ സുരക്ഷിതനാണെന്ന വാദം പറഞ്ഞ അത്രയും വലിയ ഒരു നേതാവിന്റെ മോനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ തങ്ങളുടെ ഒരു മഹത്വം പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കത്തയച്ചപ്പോൾ നേരെ തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? മുഹമ്മദുൻ നബിയ്യു അഖീ വസിഹിരി, മുഹമ്മദുർ റസൂലുള്ളാഹ് എൻ്റെ സഹോദരനാണ്, മാത്രമല്ല എൻ്റെ അമ്മോശനാണ്. ഈ വിവാഹത്തിലേക്ക് ബന്ധപ്പെടുത്തി കൊടുക്കുകയാണ്. വസിഹിരി വഹംസതു സയ്യിദു ശുഹദാഇ അമ്മി, മഹാനായ ഹംസയുണ്ടല്ലോ, സയ്യിദു ശുഹദാ, രക്തസാക്ഷികളായി ലോകത്ത് ഇന്നും ഗസയുടെ തെരുവോരങ്ങളിലും ഖാൻ യൂനിസിലും എന്ന് വേണ്ട ലോകത്തെവിടെ ഒരു രക്തസാക്ഷി മരിച്ചു വീണാലും ആ രക്തസാക്ഷിയുടെ നേതാവ് ആരാണ്? സയ്യിദന ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹു എൻ്റെ എളാപ്പയാണ്. അതിനുശേഷമാണ് വബിന്തു മുഹമ്മദിൻ സുഖിനി വഇർസി, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ മോള്, ഹബീബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഹബീബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മകൾ ഫാത്തിമയുണ്ടല്ലോ, അവൾ സുഖിനി, എൻ്റെ സമാധാനമാണ്, വഇർസി, എൻ്റെ പുതിയ പെണ്ണാണ്. മാത്രമല്ല അടുത്ത വരിയാണ് മശൂബുൻ ലഹ്മുഹാ ബിദമി വലഹ്മി, അവളുടെ മാംസവും എൻ്റെ രക്തവുമായി കൂടി കലർന്നിരിക്കുന്നു, അത്രമാത്രം ഞങ്ങൾ ഒന്നായി മാറിയിരിക്കുന്നു. മശൂബുൻ ലഹ്മുഹാ ബിദമി വലഹ്മി. മാത്രമല്ല വസിബ്ത അഹ്മദിൻ, നാളെ സുഖലോക സ്വർഗത്തിൽ യുവാക്കളുടെ നേതാക്കൾ എന്ന് പറഞ്ഞ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സയ്യിദന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ആ രണ്ട് പേരും അത് ഈ ഫാത്തിമയിലൂടെ, പ്രവാചകരുടെ മകളായ ഫാത്തിമയിലൂടെ എനിക്ക് ജനിച്ച മക്കളാണ്. ഫഅയ്യുകുമു ലഹു സഹ്മുൻ കസഹ്മി, ഇതിലപ്പുറം ഒരു അഭിമാനം പറയാൻ ആർക്ക് സാധിക്കുമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചതായി കാണാം. അതും ഈ സ്നേഹത്തിന്റെ മകിടോദാഹരണമായ വിവാഹത്തിന്റെ സൗരഭ്യമാണ്.
പലപ്പോഴും ഈ സ്നേഹത്തിനിടയിൽ ഏത് ദാമ്പത്യത്തിലും ഉണ്ടാകുന്ന പോലെ പലപ്പോഴും പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം പരസ്പരം പിണങ്ങിയ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ ഇങ്ങനെ ദുഃഖത്തിലിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഫാത്തിമക്ക് പറയാൻ മടിയാകുന്നു. മകൾക്ക് ബാപ്പയോട് ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ പ്രയാസം തോന്നുന്നു. എന്തൊക്കെയോ പരതി പറയുന്ന വേളയിൽ മുഹമ്മദ് റസൂലുള്ള കുത്തി മോളുടെ വിഷമം ചോദിക്കുകയാണ്. അപ്പോഴാണ് അലി എന്നോട് ദേഷ്യം പിടിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പള്ളിയിലൊക്കെ എവിടെയോ മൂലയിൽ കിടക്കുന്ന അലിയെ കാണിച്ചു കൊടുക്കുന്നു. ഉടൻ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്തുകയാണ്. യാ അബാ തുറാബ്, ഓ മണ്ണിന്റെ പിതാവേ, എണീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപ്പ തന്നെ രണ്ടുപേരെയും നന്നാക്കി കൊടുക്കുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു. മറ്റൊരിക്കൽ രണ്ടുപേരും പരസ്പരം രസകരമായി മത്സരിച്ച് പാടുന്ന രംഗമുണ്ട്. ഇപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കേവലം ഒരു ഫാത്തിമ എന്ന മഹദി എന്ന് മാത്രമല്ല, അവരൊരു കവയത്രിയായിരുന്നു, കവിതകൾ എഴുതുന്നവരായിരുന്നു, കവിതകൾ പാടുന്നവരായിരുന്നു. നിമിഷക്കവിയുടെ കഴിവുകളുണ്ടായി. നിമിഷക്കവി അഥവാ സാന്ദർഭികമായി കവിത ചൊല്ലാനും ഉച്ചരിക്കുവാനും കഴിവുള്ള മഹദിയായിരുന്നു സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഒരു ദിവസം അലി റളിയല്ലാഹുവിനോട് ദേഷ്യം പിടിച്ചു. അലി റളിയല്ലാഹുവിനു രസകരമായിട്ട് ആ പെണ്ണിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രസകരമായി ഫാത്തിമയുടെ ഒന്ന് കുശുമ്പ് പിടിപ്പിക്കാം. ഇതൊക്കെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാവും. സാബിയൊക്കെ കല്യാണം കഴിക്കാൻ പോവാണല്ലോ, സ്വാഭാവികമായും ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരം രസങ്ങളൊക്കെ രസകരമാണ്. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ ഒന്ന് കുശുമ്പ് പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ അലി ഇബ്നു അബീ താലിബ് പറഞ്ഞു, ഇന്നൻ നിസാഅ ശയാതീനുൻ ഖുലിഖന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി. നിശ്ചയ പെണ്ണുങ്ങളുണ്ടല്ലോ, അലി റളി ഫാത്തിമ ബീവി അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കാണ്. അപ്പൊ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ കുശുമ്പ് കൂട്ടാൻ വേണ്ടി വളരെ സൗന്ദര്യത്തോടുകൂടെ അലി റളിയല്ലാഹു അൻഹു ഉറക്കപ്പാടാണ് ഭാര്യ കേൾക്കാൻ വേണ്ടി. ഇന്നൻ നിസാഅ ശയാതീനുൻ, നിശ്ചയം പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ പിശാചുക്കളാണ്. നഊദു ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്. മിൻ ശർരി ശയാതീനി, പിശാചുക്കളുടെ ഈ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു. ഇതങ്ങ് കേട്ടപ്പോ അടുക്കളയിൽ നിന്ന് പാളി നോക്കി എത്തി നോക്കി മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അടുത്തേക്ക് വരികയാണ്. എന്താ പറഞ്ഞത്? ഞങ്ങൾ ശൈത്താനാണെന്നോ? എന്നാൽ മനസ്സിലാക്കൂ, അലി കവയത്രിയായ അലി റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു പാടിക്കൊടുക്കാണ്. ഇന്നൻ നിസാഅ റയാഹിനുൻ ഖുലിഖന ലക്കും വകുല്ലുക്കും തഷ്തഹി ശമ്മർ റയാഹിനി. പെണ്ണുങ്ങൾ അങ്ങനെയല്ലട്ടോ, സ്ത്രീകൾ അങ്ങനെയല്ലട്ടോ. നിങ്ങൾക്കറിയോ, ഇന്നൻ നിസാഅ, നിശ്ചയം പെണ്ണുങ്ങൾ, റയാഹിനുൻ, അവർ തുളസിച്ചെടികളാണ്, അല്ലെങ്കിൽ യർജാൻ പുഷ്പങ്ങളാണ്. വകുല്ലുക്കും, പുരുഷന്മാരാകുന്ന നിങ്ങളെല്ലാവരും, തഷ്തഹി, നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഷമ്മർ റയാഹിനി, ഈ യർജാൻ പുഷ്പങ്ങൾ മണക്കാനും അത് ചുംബിക്കുവാനും അത് വാസനിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ കൊച്ചാക്കല്ലേ എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങൾ ആ വീട്ടിലുണ്ട്. ആ അനുഭവത്തിൻ്റെ വീട്ടിലൂടെ അച്ചടക്കം പഠിച്ചുകൊണ്ട് വളർന്ന മഹദിക്ക് അത്തരം സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഭർത്താവ് ആരാണെന്ന് ശരിക്കറിയാം. ഒരു ദിവസം ആയിഷ അവിടുത്തെ വീട്ടിൽ, അവിടുത്തെ കൂടുതൽ സൗകര്യങ്ങളൊന്നുമില്ല, നാം നേരത്തെ പറഞ്ഞല്ലോ, രണ്ടുപേരും ദാരിദ്ര്യത്തിൽ ജീവിച്ചവരാണ്. എത്രയോ സമ്പത്ത് വന്നിട്ടും ആ സമ്പത്തിൽ നിന്നൊന്നും എടുക്കാത്ത പ്രവാചകരുടെ മകളാണ് ആര്? സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ദാരിദ്ര്യം സ്വാഭാവികമായും അഭിമുഖീകരിച്ച അബൂ താലിബിന്റെ മകനായതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കഷ്ടപ്പെട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈകളിൽ ആസിൻ്റെ കല്ല് അഥവാ അരക്കുന്ന ആസിൻ്റെ കല്ല് പിടിച്ചിട്ട് തഴമ്പ് വന്നിട്ടുണ്ട്. വെള്ളം കോരി നാം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കിണർ മുമ്പ് മദീനയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. വെള്ളം കോരി കൈകളിൽ തയമ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വേദനകളുണ്ട്. കൈകൾക്കും കാലുകൾക്കുമൊക്കെ വേദനയും ക്ഷീണവും വിയർപ്പിൻ്റെ ഗന്ധവുമൊക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ഉപ്പയുടെ അടുക്കൽ എത്രയെത്ര വേലക്കാരികൾ അവിടെയുണ്ട്. ചിറപിടിക്കപ്പെട്ട, യുദ്ധങ്ങളിൽ നിന്ന് ചിറക് പിടിക്കപ്പെട്ട എത്രയെത്ര വേലക്കാരികളുണ്ട്. ബാപ്പയോട് ചെന്ന് ഒന്ന് ചോദിച്ചുകൂടെ, യുദ്ധമുതലിൽ നിന്ന് ഏതെങ്കിലും ഒരു വേലക്കാരികളെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സഹായത്തിന്, മകളുടെ സഹായത്തിന് വേണ്ടി തരാൻ വേണ്ടി നിനക്കൊന്ന് ചോദിച്ചുകൂടെ? മകൾ പറഞ്ഞു, ഞാൻ ചോദിക്കൂല, എനിക്ക് മടിയാണ്.
വീണ്ടും വീണ്ടും എന്തിന് അലി റളിയല്ലാഹുവിനൊക്കെ സ്വന്തം ഭാര്യ അധ്വാനിക്കുന്നതും സ്വന്തം ഭാര്യ അടുക്കളയിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നതും കണ്ടപ്പോൾ വിഷമിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഒരു ഖദ്ദാമയെ വെക്കാൻ, ഒരു സേവകയെ, ഒരു സർവൻറ്റിനെ വെക്കാൻ വേണ്ടി ഉപ്പയോട് ചോദിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഒരുപാട് പറഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ഉപദേശമല്ലേ, നേരെ ചെല്ലുകയാണ്. വളരെ നാണത്തോടുകൂടെ, വളരെ ലജ്ജയോടുകൂടെ അവിടെ ചെല്ലുന്നു. ലജ്ജയോടുകൂടെ ചെന്ന് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എങ്ങനെ പറയുമെന്നറിയില്ല, എങ്ങനെ തുടങ്ങുമെന്നറിയില്ല, എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. അങ്ങനെ അവസാനം പറയണം, നബിയെ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഏതെങ്കിലും സർവൻറ്റിനെ തന്നാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞപ്പം യാ ബിന്ത മുഹമ്മദിൻ, യാ ബിന്ത മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ മകളെ, നിനക്കത് ഒരിക്കലും അനുയോജ്യമല്ല. സ്വന്തം ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്ന നിന്റെ കരങ്ങളുണ്ടല്ലോ, അത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് പ്രതിഫലം ലഭിക്കാനുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ നീ കിസ്റയുടെ മകളല്ല, നീ കൈസറിൻ്റെ മകളല്ല, നീ ഒരു പ്രവാചകന്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് അത് നിരസിക്കുകയും എന്നിട്ട് പറയുന്നു, അവല അതുല്ലുക്കി അലാ ഖൈരിൻ മിൻഹുൻ, ആ സർവന്റുമാരെക്കാളും നല്ല കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ, ഞാൻ നിനക്ക് മനസ്സിലാക്കി തരട്ടെയോ. നീ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ, എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ 33 പ്രാവശ്യം സുബ്ഹാനല്ലാ എന്ന് പറയുക, 33 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറയുക, 4 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. ഈ ഹദീസ് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചതായി കാണാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. സിഹാഹുകളിൽ ധാരാളം ഹദീസുകൾ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമുക്ക് കാണാം. ഏതായാലും ആ ദാമ്പത്യത്തിൻ്റെ മനോഹരമായ ജീവിതത്തിൽ ഒരിക്കലൊരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വിശന്നുകൊണ്ട് വയറ്റത്തടിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് എങ്ങോട്ടോ പുറത്തു പോയതാണ്. രംഗം കണ്ടുകൊണ്ട് ഉപ്പാപ്പ കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജദ്ദായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീര് വന്നുപോയി. ഈ നേരെ ഒരു ജൂതന്റെ തോട്ടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ആ ജൂതന്റെ അടുക്കൽ 1 ദിർഹമിന് ഇത്തിഫാക്കാക്കിക്കൊണ്ട് വെള്ളം കോരി ഒഴിച്ച് ചെടികൾ നനക്കാനും തോട്ടത്തിലെ കൃഷി നനക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാറേറ്റുകൊണ്ട് ആ ജൂതന്റെ അടുക്കൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തതായി, ബ്രെഡ് കൊടുത്തതായി കാണാം. ഹബീബിന്റെ അടുക്കൽ സമ്പത്ത് ബൈത്തുൽ മാലിൽ വരുന്ന സന്ദർഭത്തിൽ പോലും അത് സ്വന്തക്കാർക്ക് വിഹിതിച്ചു കൊടുക്കാത്ത നീതിമാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായിരുന്നു. ഒരു ദിവസം ഒരു മാല ധരിച്ചു വന്നു സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. അത് കണ്ടപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ മകൾക്ക് ഇങ്ങനെ മാലയിട്ട് നടക്കേണ്ടവളല്ല, അത് നീ കൊണ്ടുപോയി വിൽക്കണം, എന്നിട്ടത് സദഖ ചെയ്യണമെന്ന് കൽപ്പിച്ച പിതാവിനെ നമുക്ക് ആ ജീവിതത്തിൽ കാണാം. സ്നേഹത്തിൻ്റെ മകിടോദാഹരണമായിരുന്നു പരസ്പരം 2 പേരും. എത്രത്തോളം അങ്ങനെ ഹബീബിൻ്റെ വഫാത്തിലേക്ക് അടുക്കുകയാണ്. ഹബീബിൻ്റെ വഫാത്തോടനുബന്ധിച്ച് വീട്ടിലേക്ക് വന്നു സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറയാണ്, യാ ഫാത്തിമ, അയാ ഫാത്തിമ, ഇന്നലിൽ മൗതി ലസകറാത്ത്, അലാ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവലാതി പറയുകയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ. ആ സമയത്ത് ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുമ്പൊരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാണ്. കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞ ശേഷം എന്തോ ചെവിട്ടിലൊരു സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിച്ചിരിക്കുന്നു, സന്തോഷവതയായി ചിരിക്കുന്നു. അല്ല, ആയിഷ ബീവി ഉള്ള സന്ദർഭത്തിൽ ഫാത്തിമ ബീവിയാണ് സംഭവിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ വീട്ടിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലാണുള്ളത്, ഹുജ്റത്തു ആയിഷ റളിയല്ലാഹു അൻഹയിലാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന കൊച്ചുമകളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് ചെവിട്ടിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്നതാ കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. കരഞ്ഞ് നിയന്ത്രിക്കാൻ സാധിക്കാതെ നിയന്ത്രണം വിട്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന രീതിയിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാറുകയാണ്. 1.5 മണിക്കൂർ കഴിഞ്ഞു.
ആ സന്ദർഭത്തിൽ വീണ്ടും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്തോ സ്വകാര്യം പറഞ്ഞു. ആ സമയത്ത് മഴയത്ത് വെയിലറച്ച പോലെ, അല്ലെങ്കിൽ വെയിലത്ത് മഴ പെയ്ത പോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന പൊട്ടിക്കരഞ്ഞ മുഖം സന്തോഷവധയായി മാറുന്നു. സന്തോഷത്തിൻ്റെ മുഖമായി അവിടെ ലംഘിയ രീതിയിൽ കണ്ടപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിളിച്ച് ചോദിച്ചു, എന്താണ് സംഭവം? ഉപ്പ പറഞ്ഞ രഹസ്യം ഒന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എന്നോടൊന്ന് പങ്കുവെക്കോ? അപ്പോൾ ഒരുപാട് പറഞ്ഞു അത് പറയാൻ പറ്റൂല. വളരെ നിർബന്ധിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഒന്നുമല്ല, ഉപ്പ പറഞ്ഞു ഞാൻ മരിക്കാനായിരിക്കുന്നു, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ ആയിരിക്കുന്നു എന്നോട് ആദ്യം പറഞ്ഞു. ആ മരണത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ എനിക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അത് കണ്ട ഉപ്പ എന്നോട് പറഞ്ഞു, മോളെ നീ ഭയപ്പെടണ്ട, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാനുമായി ഏറ്റവും ആദ്യമായി ചേരുന്നത് മോളെ നീയായിരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സന്തോഷവധയായി മാറിയത്, ഞാൻ സന്തോഷിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപുത്രി സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം. അങ്ങനെ ഹബീബിൻ്റെ വഫാത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്കറിയാം, നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന കവയത്രിയിലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടുന്ന രംഗത്ത് ഹുജറയുടെ അടുക്കൽ ഇങ്ങനെ കിടക്കുകയാണ്. റൗള ഷരീഫിൻ്റെ പരിസരത്ത് നിന്നിങ്ങനെ ആണുങ്ങളെ ഇടയിലേക്ക് പോകാതെ മയ്യത്തിന് വേണ്ടി തിക്കും തിരക്ക് ഖബറിൻ്റെയും ജനാസ അടക്കം ചെയ്യുന്ന രംഗം മദീന മുഴുവനും ഒരു മേഘം മൂടിയ രംഗമാണ്. ആ സന്ദർഭത്തിൽ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ദൂരെ നിന്ന് നോക്കുകയാണ്. ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. അവസാനമായി ആ ജനാസയിൽ നിന്ന് അനസ് വരികയാണ് റളിയല്ലാഹു അൻഹു. ആരാണ് അനസ് റളിയല്ലാഹു അൻഹു? 11-ാം വയസ്സ് മുതൽ കാണുന്ന സേവകനാണ്, ചെറുപ്പത്തിൽ തന്നെ ഇടപഴകുന്ന സേവകനാണ്. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പത്തിൽ ബന്ധപ്പെടുന്ന ആ ഒരു അധികാരം വെച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എങ്ങനെ നിനക്ക് ധൈര്യം വന്നു അനസേ? എൻ്റെ ഉപ്പാൻ്റെ മുഖത്ത് മണ്ണ് വാരിയിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചപ്പോൾ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അനസ് റളിയല്ലാഹു അൻഹുവിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അവസാനം പറഞ്ഞു, പിതാവ് തന്നെ പഠിപ്പിച്ചു തന്നതല്ലേ. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്വമതിയായ മകൾ അവിടെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ട് പറയുന്നത്, മദാ അലാ മൻ ശമ്മ തുർബത അഹ്മദി ഹത്താ യശുമ്മ മദസ്സമാനി ഗവാലിയ. ലോകത്ത് സുബ്ബത്ത് അലയ്യ മസായിബുൻ ലൗ അന്നഹാ സുബ്ബത്ത് അലൽ അയ്യാമി ലസിർന ലയാലിയ. രാത്രി പകലിൻ്റെ മുകളിലാണ് ഈ മുസീബത്ത് വന്നിറങ്ങുന്നതെങ്കിൽ രാത്രിയായി മാറുന്ന രീതിയിലുള്ള വലിയ മുസീബത്താണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ മുസീബത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു കവയത്രിയായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. അഹ്മദുർ റസൂലുള്ളാഹിന്റെ തുർബയെപ്പോലെ ലോകത്ത് സുഗന്ധദ്രവ്യമുള്ള അല്ലെങ്കിൽ സുഗന്ധമുള്ള സാബിയുടെ ഒരു അക്സയുമില്ല. ഈ ലോകത്ത് അത്രത്തോളം സുഗന്ധമുള്ള ഒരു ബ്രാൻഡും പെർഫ്യൂമും ഇല്ല എന്ന് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണാം. അങ്ങനെ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മരണശേഷം പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ദുഃഖത്തോടെ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ്. ഇടക്കാലത്ത് അനന്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫദക്കിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി മരണശേഷം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയും വരിസ സുലൈമാനു ദാവൂദ എന്ന ആയത്ത് എടുത്ത് ഉദ്ധരിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ ഷിയാക്കളെ കുറിച്ച് പരാമർശിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ സംഭവങ്ങൾ നടന്ന് നേരെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ വീട്ടിൽ കിടന്നുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉമ്മ വെക്കും. ആ സമയത്ത് അവിടെ ഖിലാഫത്തിൻ്റെ ചർച്ചകളുണ്ട്. അതുപോലെ സഖീഫത്ത് ബനീ സാഇദയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്കിടയിലുള്ള ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് സമ്പൂർണ്ണമായും എല്ലാവരും അംഗീകരിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകൾ ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നു. അവസാനം മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ചുകൊണ്ട് വളരെ ധീരതയോടെ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകളിൽ പ്രവർത്തിക്കാനൊക്കെ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറയണം, ഇടയ്ക്ക് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയണം, ഞാൻ മരിച്ചാൽ കല്യാണം കഴിക്കണം, വേറെ കല്യാണം കഴിക്കണം നിങ്ങൾ.
കാരണം നിങ്ങൾക്കത് നിർബന്ധമാണെന്ന് പറയുന്നു. കാരണം ഈ ദാമ്പത്യത്തിലൂടെ ഹസൻ എന്ന മകനുണ്ടായിട്ടുണ്ട്, ഹുസൈൻ എന്ന മകനുണ്ടായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അതോടൊപ്പം മുഹ്സിൻ എന്ന ഒരു മറ്റൊരു കുട്ടിയും, ഇങ്ങനെ 3 ആൺമക്കൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ജനിച്ചിരുന്നു. അതുപോലെ സൈനബ്, ഉമ്മു കുൽസൂം, റുഖയ്യ എന്നിങ്ങനെ 3 പെൺകുട്ടികളും 6 മക്കളുണ്ടായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമ റളിയല്ലാഹു അൻഹക്കും ടോട്ടലായി. അതിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാണ് സയ്യിദ ശബാബായി. അവരിലൂടെയുള്ള പരമ്പരയാണ് അഹ്ലുൽ കസാഇ വൽ അബാ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ കയറി വന്ന സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും 2 മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഒരു പുതപ്പിൽ മൂടിയിട്ട് ഹാ ഉലാഇ അഹ്ലു ബൈത്തി, ഇവരാണ് എൻ്റെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് അഹ്ലുൽ കസാ അഥവാ പുതപ്പ് കൊണ്ട് മൂടപ്പെട്ട ആളുകൾ എന്ന പേരിൽ യഥാർത്ഥ അഹ്ലു ബൈത്ത്. ബാക്കിയുള്ളവരിലൂടെ ജനിച്ചവരും അഹ്ലു ബൈത്ത് തന്നെയാണ്. പക്ഷേ ഇവർക്ക് പ്രത്യേകമായി അഹ്ലു ബൈത്തിൽ സ്ഥാനമുണ്ടെന്നറിയിക്കുന്ന ഹസനി പാരമ്പര്യത്തിൻ്റെയും ഹുസൈനി പാരമ്പര്യത്തിൻ്റെയും. ഇപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ പറയും അന്തൽ ഹസനിയു വൽ ഹുസൈനിയു കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ എന്ന് പാടിയതായി നമുക്ക് കാണാം. അപ്പൊ ഹസനി പരമ്പരയും ഹുസൈനി പരമ്പരയും ഈ 2 പരമ്പരകളാണ് ഇന്ന അഅതൈനാകൽ കൗസർ അഥവാ നബിയെ നിങ്ങൾക്ക് നാം ഹൗദുൽ കൗസർ നൽകി എന്ന പോലെ അതിനർത്ഥം കൊടുക്കുന്നത് പോലെ കൗസർ എന്ന വാക്ക് ആരുടെ പേരാണ്? സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനപ്പേരാണ്. മാത്രമല്ല കൗസറിന് മറ്റൊരർത്ഥവുമുണ്ട്, കസ്റത്തിന്റെ അർത്ഥം. അഥവാ ആ ഹസനി പരമ്പരയിലൂടെയും ഹുസൈനി പരമ്പരയിലൂടെയും ധാരാളം മക്കൾ ഉണ്ടാകുമെന്ന അഹ്ലു ബൈത്തിലേക്ക് സൂചന ാണ് ഇന്ന അഅതൈനാകൽ കൗസർ എന്ന ആയത്തിന് പണ്ഡിതന്മാർ നൽകിയതായി കാണാം. ഒരുപാട് അർത്ഥമുണ്ട്. ഒന്ന് ഹൗദുൽ കൗസർ നൽകി എന്നർത്ഥം, മറ്റൊന്ന് ഫാത്തിമ ബീവിയെ നിങ്ങൾക്ക് നൽകി എന്നർത്ഥം, മറ്റൊന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്ന ഈ 2 മക്കളിലൂടെ ധാരാളം അഹ്ലുബൈത്ത് ഈ ലോകത്ത് ഉണ്ടാകുമെന്നും അവർ സയ്യിദുകളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉമ്മത്തിന് നേതാവാകുമെന്നൊക്കെ ഇന്ന അഅതൈനാകൽ കൗസർ എന്ന ആയത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നവരിൽ നമുക്ക് കാണാം. ഏതായാലും ഈ പുതപ്പിട്ട് മൂടിയ രംഗത്തിലൂടെയാണ് ഉള്ളത്. എന്നാൽ മുഹ്സിൻ റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായതായി കാണാം. ഏതായാലും ഈ 6 മക്കളുടെ ഉമ്മയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു മറ്റൊരു കല്യാണം കഴിച്ചില്ല. ഇടക്ക് ഒരു വിവാഹാലോചനയുമായി സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആരൊക്കെയോ പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു മറ്റൊരു കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിട്ടിലെത്തി. ഉടൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. തിരക്കിയ മാത്രയിൽ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല നബിയെ എന്ന് പറഞ്ഞതായി കാണാം. മാത്രമല്ല ഫാത്തിമത്തു ബിദഅത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. മൻ അഹബ്ബഹ, അവരെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അവരെ വെറുത്താൽ അവർ എന്നെ വെറുത്തിരിക്കുന്നു എന്ന് അസത്യത്തിന്റെ ലാഞ്ചന പോലും ചെഞ്ചുണ്ടിലൂടെ വരാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അങ്ങനെ എത്രത്തോളം സ്നേഹത്തിന്റെ മധുരമായ എല്ലാവിധ ലാളനയും കൊടുത്തുകൊണ്ട് വളർത്തിയതാണ്. അതേ സന്ദർഭത്തിലോ നീതിയുടെ വിഷയത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സേവകരെ ചോദിച്ച് വന്നപ്പോൾ മകളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഒരിക്കൽ പോലും അവിടെ ഒരു നിലക്കും ഒരു സ്നേഹത്തിന്റെ കാഠിന്യം മൂലം ഒരിക്കൽ പോലും അവിടെ ഒരു അനീതിയും ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ മകൾ ഫാത്തിമ കട്ടാൽ പോലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം. ഇങ്ങനെ ഈ വാത്സല്യനിധിയായ പിതാവിൻ്റെ, ഉദാലുവായ പിതാവിൻ്റെ ദയാലുവായ പുത്രിയായ സയ്യിദത്തുന ഫാത്തിമ ബിൻതു മുഹമ്മദ് അസ്സഹ്റാഉൽ ബതൂൽ റളിയല്ലാഹു അൻഹ അൽ കൗസർ റളിയല്ലാഹു അൻഹ ധാരാളം വിശേഷണങ്ങളുടെ ഉടമ. ആ ദാമ്പത്യ ജീവിതത്തിന്റെ സൗരഭ്യം എപ്പോഴും കാത്തു സൂക്ഷിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന രംഗം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതെന്ന റബീഉൽ അവ്വൽ മാസമാണ്. അടുത്ത റമളാനിലാണ്, തൊട്ടടുത്ത് വരുന്ന പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് സയ്യിദത്തുന ഫാത്തിമ. റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, 6 മാസം. 6 മാസം ആകുന്നതിൻ്റെ മുമ്പ് നേരത്തെ ഉപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അടുക്കലേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി വരുന്നത് നീയായിരിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വ്യാഖ്യാനത്തിൻ്റെ പുനരാഖ്യാനം എന്നോണം സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇഹലോകവാസം വെടിയുന്നു. നേരെ ആ ഇഹലോകവാസം വെടിയുന്ന സന്ദർഭത്തിൽ അന്ന് രാത്രിയുണ്ടൊരു വസിയ്യത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് കെട്ടിപ്പിടിച്ചുമ്മ വെച്ചുകൊണ്ട് പറയാണ്, ഞാൻ മരിക്കാൻ പോവാണ്, ഞാൻ വഫാത്താവാൻ പോവാണ്. ഞാൻ വഫാത്തായാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കണം. ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, അലി നിങ്ങൾ ഒരിക്കലും എന്നെ ഒരിക്കലും ഇവിടെ ആരൊക്കെയോ മയ്യത്ത് കൊണ്ടുപോകുന്ന പോലെ പകല് നിങ്ങൾ എന്നെ മയ്യത്ത് കൊണ്ടുപോകാൻ പാടില്ല. എൻ്റെ മയ്യത്ത് മറ്റൊരാളും കാണാൻ പാടില്ല. മാത്രമല്ല എന്നെ കുളിപ്പിക്കാനുള്ളവർ ഇന്നയാളാണെന്ന് പറഞ്ഞ് അവരോട് വസിയ്യത്ത് ചെയ്യുന്നു. അവരോട് വസിയ്യത്ത് ചെയ്ത് എൻ്റെ കുളിപ്പിക്കുന്നതിൽ മറ്റാരും നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്ത്രീകൾ മാത്രം കുളിപ്പിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പറയുന്നു. കഫൻ ചെയ്യുന്നത് പോലുള്ള മറ്റുള്ള കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഭർത്താവിനോട് തന്നെ പറയുന്നു. എന്നിട്ട് ഭർത്താവിനോട് പറയുന്നു, ഒരിക്കലും എൻ്റെ മയ്യത്ത് ഇപ്പോൾ മദീനയിലുള്ള ഈ കട്ടിലിൽ കൊണ്ടുപോകാൻ പാടില്ല. കാരണം അന്ന് മൂടിയില്ലാത്ത മയ്യത്ത് കട്ടിലാണ്, ജനാസ കട്ടിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം എന്നെ കൊണ്ടുപോകേണ്ടത് എത്യോപ്യക്കാർ ഉപയോഗിക്കുന്നൊരു മയ്യത്ത് കട്ടിലുണ്ട്. ആ മയ്യത്ത് കട്ടിൽ മൂടി വെക്കും. മൂടി വെച്ച് അതിൻ്റെ മുകളിൽ പുതപ്പിട്ടുകൊണ്ട് തുണി മൂടിക്കൊണ്ട് കൊണ്ടുപോകുന്ന രംഗം എത്യോപ്യക്കാരായ ഹബിഷീരിയക്കാർക്കുണ്ട്. അതേ രീതിയിലുള്ള കട്ടിലിലായിരിക്കണം എന്നെ കൊണ്ടുപോകേണ്ടത് എന്ന് ലജ്ജാവതിയായ സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ, ആധുനിക സഹോദരിമാർക്ക് അത് കേൾക്കണം, ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ പറയാണ്. അങ്ങനെ ആ ഉപദേശമൊക്കെ കേട്ടു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ സയ്യിദന അലി ഇബ്നു അബീ താലിബ് പറഞ്ഞ പോലെ രാത്രി സമയത്ത് ആ മയ്യത്ത് കട്ടിലിൽ കയറ്റിക്കൊണ്ട് കട്ടിൽ മൂടി ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒരിക്കലും കാണാത്ത, മറ്റുള്ളവർക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഭാഗം പോലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞത് അടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയും മയ്യത്ത് ഖബറടക്കുന്ന സന്ദർഭത്തിൽ ഹസൻ ഹുസൈൻ എന്ന മക്കളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ആ മയ്യത്ത് പിടിച്ചുകൊണ്ട് ജന്നത്തുൽ ബഖീഇൽ നമ്മുടെ ഗേറ്റ് കടന്നുകൊണ്ട് ചെന്ന് കടന്നാൽ ആദ്യം കാണുന്ന കെട്ടിൽ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറ നമുക്ക് കാണാം. അങ്ങനെ സ്നേഹത്തിൻ്റെ മകിടോദാഹരണമായി, ദാമ്പത്യ ജീവിതത്തിൻ്റെ റോൾ മോഡലായി ജീവിച്ച് മരിച്ചുപോയ മഹദി സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ജന്നത്തുൽ ബഖീഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇതര മക്കളെ മറമാടിയ ആ ഭാഗത്ത് തന്നെ, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ മറമാടിയതിൻ്റെ ചാരത്തായി തന്നെ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന നാളെ സ്വർഗീയ വനിതകളുടെ നേതാവായ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ പലരും പരിപൂർണരായി ജനിച്ചിട്ടുണ്ട്, എന്നാൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ പരിപൂർണമായി ജീവിച്ച മഹദികൾ ഒന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹയാണെന്ന് പറഞ്ഞ് 4 പേരെ എണ്ണുന്ന രംഗം നമുക്ക് കാണാം. മറിയം റളിയല്ലാഹു അൻഹ അടക്കമുള്ളവരെ എണ്ണിയതായി നമുക്ക് കാണാം. ഏതായാലും ആ സുന്ദരമായ ജീവിതത്തെ നാം ക്യാപ്സൂൾ രൂപത്തിലാണ് അവതരിപ്പിച്ചത്. അള്ളാഹു ആ മഹദിയോടുകൂടെ നാളെ സ്വർഗത്തിൽ കടക്കാനും അവിടത്തോടുകൂടെ നാളെ ഷഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിലും ആ മഹാരഥന്മാരോടൊപ്പം നാളെ സുഖലോക സ്വർഗത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടുവാനും റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ ആമീൻ. മഹദിയുടെ ഒരിക്കലും ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ പുരുഷന്മാർക്ക് വേണമെങ്കിൽ 4 കല്യാണം വരെ കഴിക്കാമെന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് പതുക്കെ ഓതുന്ന ഒരു രംഗം ഉണ്ടല്ലോ. അതെ അതെ അതെ. ആ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ പതുക്കെ ഓതെന്ന് മാത്രമല്ല, അവർ രസകരമായ ഒരുപാട് സംഭവങ്ങൾ. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഹത്വവും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വവും പറയുന്ന ഒരു രംഗമുണ്ട്. എത്രത്തോളം അള്ളാഹുവിന് തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മുകളിൽ മറ്റൊരു കല്യാണം കഴിക്കരുത് എന്ന ആശയമുണ്ടായിരുന്നു എന്ന് മുഫസ്സിറുകളിൽ ചിലർ പറയുന്നു. ഏതുപോലെ സൂറത്തു ദഹർ നമുക്കറിയാം, എന്ന് തുടങ്ങുന്ന ആ സൂറത്തുണ്ടല്ലോ, അതിൽ
ഈ സംഭവം ആരാ ചെയ്തത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടത്തിയ ഒരു നേർച്ചയുടെ ഭാഗമായാണ് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അവർ നേർച്ചയാക്കി പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. എന്നിട്ട് ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം അവർക്ക് കൊടുക്കുന്ന ജസാ പറയുന്ന സ്വർഗീയ രംഗമുണ്ട്. എന്ന് തുടങ്ങി അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്ക് സ്വർഗം ലഭിക്കും എന്ന് പറയുന്ന രംഗമുണ്ട്. ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ പറയുന്നിടത്ത് പോലും ഹൂറുൽ ഐങ്ങളെ പറഞ്ഞില്ല. മഹാന്മാരായ മുഫസ്സിറുകൾ പറയാണ് ഈ സംഭവം അലി ഇബ്നു അബീ ത്വാലിബും അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് നേർച്ചയാക്കി ചെയ്ത സംഭവമായത് കൊണ്ട് തന്നെ അതിന് പകരമായി സ്വർഗം കൊടുക്കും, സ്വർഗത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് സബബുൻ നുസൂൽ പറഞ്ഞിടത്ത് നമുക്ക് കാണാം. ആ പറഞ്ഞിടത്തതിനോട് തൊട്ടടുത്ത് പറയുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളിൽ വയതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ, ആ സ്വർഗത്തിൽ ആൺകുട്ടികൾ ഉണ്ടാകും, ചെറിയ ചെറിയ ആൺകുട്ടികൾ ഉണ്ടാകും. ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറ, വിതറപ്പെട്ട മുത്തുകളെ പോലെയാണെന്ന് നീ വിചാരിക്കുന്ന രീതിയിലുള്ള കുട്ടികളായിരിക്കും അത് എന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കൽ പോലും സാധാരണഗതിയിൽ ഖുർആന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഒരു 4-5 കാര്യങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ഹൂറുൽ ഐങ്ങളെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് ഹൂറുൽ ഐങ്ങളെ പോലും പരാമർശിക്കാതെ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് വിഷമമാകുമോ എന്ന് അള്ളാഹു പോലും കരുതിയ പോലെ എന്ന് മുഫസ്സിറുകളിൽ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും സാബി പറഞ്ഞ പോലെ ഈ ഭാഗം എത്തിയപ്പോൾ മെല്ലെ പറയുന്ന ആ ഒരു രംഗം എന്നൊക്കെ പറയാം, അതൊക്കെ സ്വാഭാവികമായും സംഭവിച്ചതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പല വ്യാഖ്യാനങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ആ മഹിതമായ സ്നേഹം അത് തന്നെ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിലും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ സമയത്ത് അലിയാർ തങ്ങൾ പറയാണ് 4 പേര് വന്നാലും നിനക്ക് തുല്യമാവൂല എന്നുള്ള രീതിയിലേക്ക്. അതെ, അവിടെ സമാധാനിപ്പിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലുകൾ ഉണ്ട് എന്തായാലും. പിന്നെ നേരത്തെ ഞാനിങ്ങനെ ഉസ്താദ് ഇങ്ങനെ ഒരു ഫ്ലോയില് പറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ഇടയിൽ എവിടെയും ഇടപെട്ടിട്ടില്ല. കാരണം ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഉസ്താദിന്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടും, അല്ലെങ്കിൽ വെറുതെ എടുക്കറണ്ട വിചാരിച്ചിട്ട്. അപ്പൊ പലതും എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കത് മറന്നുപോയി. ഏതായാലും അബൂതാലിബ് തങ്ങളവർകളാണ് നിബിത്തങ്ങളെ എന്താ പറയാ പരിപാലിച്ചത്. അതെ അതെ അതെ. എന്നാലോ അതേ അബൂ ത്വാലിബിന്റെ മകനെ പിന്നീട് പരിപാലിക്കുന്നത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. കാരണം ആദ്യമായിട്ട് നബിത്തങ്ങൾക്ക് ആരുമില്ലാതിരിക്കുമ്പോ അബൂ ത്വാലിബ് അത്താണിയായിരുന്നു. പിന്നീട് അബൂ ത്വാലിബ് ദരിദ്രനായതുകൊണ്ട് തന്നെ സ്വന്തം മകനെ പോലെ അലിയാർ തങ്ങളെ നബിത്തങ്ങളാണല്ലോ എടുത്തു. അത് മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ പിന്നീട് ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. ആ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ പിന്നീട് ഏറ്റവും കൂടുതൽ കെയർ ചെയ്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ ഫാത്തിമ ബിൻതു അസദ് എന്ന അബൂ താലിബിന്റെ ഭാര്യയായ ആ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ജന്നത്തുൽ ബഖീഇൽ അടക്കം ചെയ്യുന്ന ആ മഹദിയെ ഖബറിന്റെ അടുക്കൽ ഇങ്ങനെ കിടത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖബറിൽ വെക്കല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ഖബറിൽ റസൂലുള്ളാഹി കിടന്നു. എന്നിട്ട് പറഞ്ഞു ഈ വരുന്നത് ഫാത്തിമ ബിൻതു അസദാണ്. റസൂലുള്ളാഹി പറയാം എന്തിന്? ഹബീബിൻ്റെ ശരീരമേറ്റ ഭാഗം ഒരിക്കലും ഖബറിൻ്റെ ശിക്ഷ പോലും എൻ്റെ ഉമ്മാക്ക്, എൻ്റെ വളർത്തുമ്മാക്ക് ലഭിക്കരുത്. ഇത്രമാത്രം കെയർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്ത് കൊടുത്തതായി നമുക്ക് കാണാം. ഫാത്തിമ ബിൻതു അസദിൻ്റെ മരണത്തിൽ ഹബീബിന് വല്ലാത്ത ദുഃഖമുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. സാബി അത് സൂചിപ്പിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മയത്. അങ്ങനെ സാബി പറഞ്ഞാൽ പെട്ടെന്ന് പല കാര്യങ്ങളും ഓർമ്മ. അല്ലാഹു ഖൈർ നൽകട്ടെ. ആ ഒരു ദാമ്പത്യ സമയത്ത് മഹറായിട്ട് കൊടുത്തത് 490 ദിർഹമായിരുന്നു അല്ലേ? മഹറായിട്ട് എടുക്കാൻ വേണ്ടി. അത് മുഴുവനായിട്ട് മഹറല്ല, മഹറിനും വലീമത്തിനും രണ്ടിനും കൂടി ചെലവഴിച്ചത്. എന്താണെന്ന് അറിയലുണ്ടാവില്ല. അതൊരു ഭക്ഷണം കൊടുക്കുക, വിവാഹ സദ്യ എന്ന് പറയാം വലീമത്ത്. അതെ അതെ അതെ, ചിലർക്ക് അപ്പൊ അങ്ങനെ അത് കൊടുക്കൽ നിർബന്ധമാണ്, സുന്നത്താണ്. വലീമത്ത് കൊടുക്കൽ നീ വലീമത്ത് കൊടുക്കുക. അതൊരു ഷാത്ത് കൊണ്ടാണെങ്കിൽ, ഒരു ആട് കൊണ്ടാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും കാണാം. വലീമത്ത് കൊടുക്കൽ വളരെ പ്രാധാന്യമുള്ള സുന്നത്താണ്. നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റംല ബീവിയെ ഇൻഷാ അല്ലാഹ് റംല ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പറയണം. റംല ബീവി റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ച സന്ദർഭത്തിൽ നജ്ജാഷി രാജാവ് അവിടെ വലീമത്ത് കൊടുത്തതായി നമുക്ക് കാണാം. ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് കിടക്കാം. രസകരമായി അകലെ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വക്കാലത്ത് നൽകി കല്യാണം കഴിച്ച നജ്ജാഷി രാജാവിൻ്റെ അടുക്കലായിരിക്കെ അബൂ സുഫിയാന്റെ മകളെ കല്യാണം കഴിച്ച ഉമ്മു ഹബീബ. ഇൻഷാ അല്ലാഹ് വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് കിടക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ. ഏതായാലും മാഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക ചരിത്രങ്ങൾ ഫാത്തിമ ബീവിയുമായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. മാഷാ അല്ലാഹ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ എന്താ പറയുക ഈ രീതിയിലുള്ളൊരു പ്രസൻറ്റേഷനുകൾ മലയാളത്തിൽ കേൾക്കുന്നുള്ളത്. ഏതായാലും മാഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഫാത്തിമ ബീവി വർണ്ണിച്ചിട്ടുണ്ടെങ്കിലും മാഷാ അല്ലാഹ് ഉസ്താദിൻ്റെ ഈ ഒരു ഇത് എനിക്ക് ഭയങ്കര ഫീലായി. നമ്മളിപ്പോൾ ഈ രാത്രി 2-3 മണിക്കാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ സമയത്തും മാഷാ അല്ലാഹ് കേട്ടിരിക്കാൻ തോന്നും. എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര സമയം മണിക്കൂറുകൾ സംസാരിച്ച് കഴിഞ്ഞാലും അതായത് ഉസ്താദിൻ്റെ ഈ ഒരു അവതരണത്തിൽ ആളുകൾ കേട്ടിരിക്കും. മാഷാ അല്ലാഹ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇന്നലെ ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല രാവിലെ വരെ. എന്നിട്ട് നമുക്ക് ഇത് മാഷാ അല്ലാഹ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ആത്മീയാനുഭൂതി അത് എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മാഷാ അല്ലാഹ് അതെല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആല ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ചെയ്യുവാനും അള്ളാഹു തആല അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അള്ളാഹു തആല നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും അല്ലെ അതെ 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 അള്ളാഹു എല്ലാ സ്ത്രീകൾക്കും അള്ളാഹു തആല ഒരു ഫാത്തിമ ബീവിയുടെ ആ ഒരു സ്വഭാവം കൊടുക്കുമാറാവട്ടെ. ഏതായാലും ഈ വീഡിയോ പറ്റിയിട്ട് നിങ്ങളെ വിലയേറെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും പുതിയ കോണ്ടന്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയിക്കാം. ഇൻഷാ അല്ലാഹ് അതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നാലേ നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലൊക്കെ എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് മുന്നോട്ട് ഇനിയും വീഡിയോകൾ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഉസ്താദ് അടുത്തൊരു കോണ്ടന്റ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.